നമസ്കാരം. നിങ്ങളിത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കത്തുന്ന വെയിലുള്ള ദിവസത്തേക്കാൾ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടും ഒരു തരം പുഴുക്കവുമൊക്കെ തോന്നുന്നത് ആകാശത്ത് നിറയെ മേഘങ്ങളുള്ള ദിവസമായിരിക്കും, അല്ലേ? സൂര്യനെ എങ്ങനെ മറച്ചു പിടിക്കുന്ന മേഘങ്ങൾ, അതെങ്ങനെയാ ചൂട് കൂട്ടുന്നത്? ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്ന ഈ ഒരു കാര്യത്തിന് പിന്നിലൊരു സിമ്പിൾ സയൻസ് ഉണ്ട്. നമുക്കത് നോക്കിയാലോ? അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ലോജിക്ക് വെച്ച് നോക്കിയാൽ സൂര്യനെ മേഘം മറക്കുമ്പോൾ തണുപ്പല്ലേ വരേണ്ടത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്ക് കൂടുതൽ അസ്വസ്ഥതയും പുഴുക്കവുമൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പൊരുത്തക്കേടിന് കാരണം? ശരി, നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമല്ല കേട്ടോ. കാലാവസ്ഥയിലുള്ള ഈ ഒരു കോൺട്രഡിക്ഷൻ ഒരുപാട് പേരെ കുഴപ്പിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് മേഘങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവത്തിലാണ്. അതായത് ഒരേ സമയം എങ്ങനെയാണ് ഈ മേഘങ്ങൾ തണലും ചൂടും തരുന്നത് എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. മേഘങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മേഘങ്ങളൊന്നുമില്ലാത്ത നല്ല തെളിഞ്ഞൊരു ദിവസം ഭൂമിയിലെ ഈ എനർജി ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം സൂര്യനിൽ നിന്നാണ്. സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഉപരിതലം ആ ഊർജ്ജത്തെ അങ്ങ് വലിച്ചെടുത്ത് ചൂട് പിടിക്കാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഈ കഥയിലെ ഒന്നാമത്തെ ഭാഗം. സിമ്പിൾ. എന്നാൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഭൂമി ഒരു സ്പോഞ്ച് പോലെയല്ല. അതായത് കിട്ടുന്ന ചൂട് മുഴുവനും അത് പിടിച്ചുവെക്കില്ല. പകരം ചൂടായ ഭൂമി ആ താപത്തെ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ എന്ന രൂപത്തിൽ തിരിച്ചു ബഹിരാകാശത്തേക്ക് തന്നെ വിടും. ചുരുക്കി പറഞ്ഞാൽ ഊർജം അകത്തേക്ക് വരുന്നു, അത് പുറത്തേക്കും പോകുന്നു. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ്. വളരെ ലളിതമായ ഈ ഒരു എനർജി ഫ്ലോയിലേക്കാണ് നമ്മുടെ കഥാനായകനായ മേഘങ്ങൾ വരുന്നത്. മേഘങ്ങൾ വരുന്നതോടുകൂടി ഈ ഒരു ബാലൻസ് അങ്ങ് മാറും. അതെങ്ങനെയാണെന്നല്ലേ? മേഘങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മുഖങ്ങളുണ്ട്. ഒരു വശത്ത് അവ സൂര്യന്റെ വെയിലിനെ തടഞ്ഞ് നമുക്ക് തണൽ തരുന്നു. ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിന്റെ കൂളിംഗ് ഇഫക്റ്റ്. എന്നാൽ അതേസമയം മറുവശത്ത് ഭൂമി പുറത്തേക്ക് വിടുന്ന ചൂടിനെ ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാൻ വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇതാണ് അതിന്റെ വാർമിംഗ് ഇഫക്റ്റ്. ഈ രണ്ട് കഴിവുകളാണ് നമ്മുടെ സംശയത്തിന്റെ കേന്ദ്രബിന്ദു. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ മേഘങ്ങളുടെ രണ്ടാമത്തെ കഴിവിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ചൂടിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഒരു പുതപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല തണുപ്പുള്ളൊരു രാത്രിയിൽ നമ്മളൊരു പുതപ്പെടുത്ത് മൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതപ്പ് സ്വന്തമായിട്ട് ചൂടൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലേ? അത് നമ്മുടെ ശരീരത്തിലെ ചൂടിനെ പുറത്തേക്ക് പോകാൻ വിടാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. അതേപോലെയാണ് മേഘങ്ങളും. ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചൂടിനെ ഒരു പുതപ്പ് പോലെ അത് തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ മേഘങ്ങള് ഒരു പുതപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. സത്യത്തില് ഭൂമിയുടെ അന്തരീക്ഷത്തില് ഈ പുതപ്പിന്റെ ജോലി ചെയ്യുന്ന ഒരേയൊരു ആൾ മേഘങ്ങളല്ല. ഇത് ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ള ആ വലിയ പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. അതെ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഭൂമിയുടെ അന്തരീക്ഷം ഒരു പുതപ്പ് പോലെ പ്രവർത്തിച്ച് പുറത്തേക്ക് പോകുന്ന ചൂടിനെ തടഞ്ഞ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു താപനില ഇവിടെ നിലനിർത്തുന്ന പ്രോസസ്സാണിത്. ഒന്നോർത്തു നോക്കൂ, ഈ ഒരു പ്രഭാവം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഭൂമി ഒരു പക്ഷേ ജീവിക്കാൻ പറ്റാത്ത ഒരു മഞ്ഞുകോളമായി മാറുമായിരുന്നു. അപ്പോ ആരൊക്കെയാണ് ഈ പുതപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? നമ്മളിപ്പോൾ സംസാരിക്കുന്ന മേഘങ്ങളുടെ അടിസ്ഥാനമായ നീരാവി തന്നെയാണ് ഇതിലെ പ്രധാനി. അതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള മറ്റു വാതകങ്ങളുമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മേഘങ്ങൾ ഈ വലിയ ഗ്രീൻ ഹൗസ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. മേഘങ്ങളുള്ള ഒരു ദിവസം സൂര്യപ്രകാശത്തെ തടയുന്ന തണൽ എഫക്റ്റിനേക്കാൾ കൂടുതൽ ശക്തമാകുന്നത് ഭൂമിയുടെ ചൂടിനെ പിടിച്ചു നിർത്തുന്ന ഈ പുതപ്പ് എഫക്റ്റാണ്. ഇതിന്റെ കൂടെ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ സഹിക്കാൻ പറ്റാത്ത പുഴുക്കം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അടുത്ത തവണ മേഘങ്ങളുള്ള ഒരു ദിവസം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ആകാശത്തേക്ക് നോക്കുക. എന്നിട്ട് ചിന്തിക്കുക, അത് നിങ്ങളെ വെയിലിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കുടയാണോ അതോ ഭൂമിയെ മുഴുവൻ പുതപ്പിക്കുന്ന ഒരു പുതപ്പാണോ എന്ന്. ഉത്തരം അത് രണ്ടും കൂടിയാണ് എന്നതാണ് സത്യം. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയത്തിന്റെ വിശദീകരണവുമായി വീണ്ടും കാണാം. നന്ദി.